നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ചതിനെ മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചത് തെറ്റെന്ന് CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പ്രകാശ് ബാബു. ജനങ്ങളുടെ മനസ്സ് അതൊന്നും അംഗീകരിക്കില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. BJP സ്ഥാനാർത്ഥികൾ മികച്ചതാണെന്ന് EP ജയരാജന്റെ പ്രതികരണത്തെയും പ്രകാശ് ബാബു പരസ്യമായി തള്ളിപ്പറഞ്ഞു. പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനേക്കാൾ അപകടമാണെന്നും പ്രകാശ് ബാബു റിപ്പോർട്ടറിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിച്ചവരെ മർദ്ദിച്ച DYFI പ്രവർത്തകർ രക്ഷാപ്രവർത്തനമാണ് നടത്തിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഏറെ വിവാദമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു CPI നേതാവ് പ്രതികരിക്കുന്നത് ഇതാദ്യമാണ്. അതൊക്കെ തെറ്റ്. ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും അംഗീകരിക്കുകയില്ല. അതൊക്കെ തെറ്റ് തന്നെ. ഞാനങ്ങനെ കരുതുന്നുണ്ട്. രക്ഷാപ്രവർത്തനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്നും അത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയും ഇടതുമുന്നണിയും വിചാരിച്ചാൽ മാറ്റം വരുത്താനാകുമെന്നും പ്രകാശ് ബാബു അഭിപ്രായപ്പെട്ടു. CPIM-നും LDF-നും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട റോളുണ്ട്. ആ റോൾ അവർ നിർവഹിക്കുകയാണെങ്കിൽ പലതും കറക്റ്റ് ചെയ്ത് പോകാൻ കഴിയും. മുഖ്യമന്ത്രിയുടെ പ്രതികരണം തെറ്റായിട്ടും CPI സംസ്ഥാന നേതൃത്വം എന്തുകൊണ്ടാണ് മൗനം പാലിച്ചെന്ന ചോദ്യത്തിന് ഇതായിരുന്നു പ്രകാശ് ബാബുവിൻ്റെ മറുപടി. പിന്നെ ഞാനല്ലല്ലോ ഉത്തരം പറയേണ്ടത്. സംസ്ഥാനത്തെ 5 BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പ്രസ്താവനയിലും പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിലും മുന്നണി കൺവീനർ EP ജയരാജന് തെറ്റുപറ്റിയെന്നും പ്രകാശ് ബാബു തുറന്നടിച്ചു. ഒരിക്കലും അതിൻ്റെ കൺവീനർ എന്നുള്ള നിലയിൽ മാത്രമല്ല, LDF-ൻ്റെ ഒരു ലീഡർ പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് അക്കാര്യത്തിൽ ജയരാജൻ ഉപയോഗിച്ചത്. വാക്കുകൾ എന്നുള്ള അർത്ഥത്തിലല്ല, അതിൻ്റെ സെൻസ് പോലും അതായിരുന്നു. LDF-നെ ദോഷം ചെയ്തതായിരുന്നു EP ജയരാജൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ്. ജാവേദ്കറുമായി കണ്ട കാര്യം പറഞ്ഞത് അതിനേക്കാൾ അപകടമാണ്. BJPയുടെ 5 സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന് പറഞ്ഞത് തെറ്റ്. അതിനേക്കാൾ തെറ്റാണ് ജാവേദ്കറുമായിട്ടുള്ള സംഭാഷണത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അത് രണ്ടും ഇടതുപക്ഷ മനസ്സുകളിൽ നല്ല മുറിവേൽപ്പിച്ചിട്ടുണ്ട്. അത് ജയരാജനെ പോലെയുള്ള ഒരു സ്റ്റേറ്റ് പാർട്ടി നേതാവ്, LDF നേതാവ് പറയാൻ പാടില്ലാത്തതായിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.